നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ പേരന്റിംഗ് സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കൗരത്. നമ്മുടെ പേരന്റിംഗ് സീരീസ് എല്ലാം തന്നെ എൻ്റെ എല്ലാ വീഡിയോസും തന്നെ അവയർനെസ്സിനായിട്ടുള്ളതാണ്. നിങ്ങൾ അതിനകത്ത് നല്ല കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ ക്ലാരിഫിക്കേഷനോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പെർട്സുകളുടെ സഹായം തീർച്ചയായിട്ടും തേടണം. ഇന്ന് നമ്മൾ പേരന്റിംഗ് വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടൈപ്സ് ഓഫ് പേരന്റ് ആണ്. എത്ര ടൈപ്പ് പേരൻസ് ഉണ്ട്? നമ്മൾ സാധാരണ അവരുടെ ഫങ്ഷനിങ് പേരന്റിങ് സ്റ്റൈൽ നോക്കുമ്പോൾ നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പേരന്റിങ് സ്റ്റൈലുണ്ട്. ഇതിനകത്തൊരു ഫങ്ഷനിങ് പേരന്റിങ് സ്റ്റൈൽ നോക്കുമ്പോൾ നമുക്ക് 3 ടൈപ്പ് പേരൻസിനെ കാണാൻ പറ്റും നമ്മുടെ ചുറ്റിനും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനെ സെൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ആദ്യത്തെ പേരന്റിങ് എന്ന് പറയുന്നത് പാസ്റ്റ് ഓറിയന്റഡ് പേരൻസ് ആണ്. പാസ്റ്റ് ഓറിയന്റഡ് പേരൻസ് എന്ന് പറയുമ്പോൾ അവർ പാസ്റ്റിൽ ജീവിക്കുന്നതോ പാസ്റ്റിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് കുട്ടികളെ വളർത്തുന്ന പേരൻസോ ആയിരിക്കും അവർ. അതായത് അവർ പറയുന്നത് ഒന്ന് എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്നതോ, അതല്ലെങ്കിൽ എൻ്റെ ജീവിതം അന്നത്തെ കാലത്ത് ഭയങ്കര കഷ്ടകരമായിരുന്നു എന്ന് പറയുന്നതോ അങ്ങനെയൊക്കെ ആയിരിക്കും. ആ പാസ്റ്റിലെ പല കാര്യങ്ങളെയും പിടിച്ചുകൊണ്ട് ജീവിതത്തെ ഡെവലപ്പ് ചെയ്യാനായിട്ട് കുട്ടികളെ സഹായിക്കുന്നവരായിരിക്കും. ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു, പേരന്റ് എന്ന് പറയുന്നയാൾ ഡെവലപ്പർ ഓഫ് എ ലൈഫാണ്. അതിനകത്തേക്ക് അവർ ഫങ്ഷനിങ്ങിൽ കൊടുക്കുന്ന എല്ലാം കുട്ടികളെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പം ഈ പാസ്റ്റ് ഓറിയന്റഡ് പേരൻസ് എല്ലാം പറയുന്നത് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് എങ്ങനായിരുന്നെന്നറിയാവോ, ഞാൻ എങ്ങനായിരുന്നെന്നറിയാവോ, ഞങ്ങളുടെ കാലമായിരുന്നു സുവർണകാലം, ആ കാലഘട്ടത്തെ പറ്റി പറയാനായിട്ട് വാക്കുകളില്ല, അന്നൊക്കെ ഞങ്ങൾ ഇങ്ങനായിരുന്നു, ഞങ്ങൾ അങ്ങനെ ആയിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇന്നിങ്ങനെ ഡെവലപ്പായത്. അതുപോലെ തന്നെ എൻ്റെയൊക്കെ പേരൻസ് എന്ന് പറയുന്നത് അവരിങ്ങനായിരുന്നു, ഞങ്ങൾക്ക് അങ്ങനെ കഴിവുകളുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇങ്ങനത്തെ ആക്സസിബിലിറ്റി ഉണ്ടായിരുന്നു പലതിലേക്കും, പല കാര്യങ്ങളും ഞങ്ങൾ അന്നത്തെ ഏറ്റവും നല്ല രീതിയിലാണ് ഞങ്ങൾ വളർന്നു വന്നത്, ഞങ്ങൾക്ക് അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കേൾക്കാനില്ലായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പഴയ കാലത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് കുട്ടികളോട് പറയും നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, പഴയ കാലമായിരുന്നു നല്ലത്, ഇപ്പോഴത്തെ കാലത്ത് ഒന്നും ശരിയല്ല, എല്ലാം മോശമാണ്, പഴയ കാലങ്ങൾ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പഴയ കാലത്തെ സ്തുതികൾ പറഞ്ഞുകൊണ്ടിരിക്കും ഈ പേരൻസ്. എന്നിട്ട് അതനുസരിച്ച് ഇവിടെ ഒരു ഗിൽട്ട് ഫീലിങ്ങും അല്ലെങ്കിൽ ദിസ് ഇസ് എ മാനിപ്പുലേറ്റീവ് കൈൻഡ് ഓഫ് പാരന്റിങ് തന്നെയാണ്. അടുത്തത് എന്ന് പറയുന്നത് ഈ പാസ്റ്റ് ഓറിയന്റഡ് ആയിട്ട് വരുമ്പോഴത്തേനും അവർ പറയുന്നത് അയ്യോ എന്തൊരു കഷ്ടപ്പാടായിരുന്നു, എൻ്റെ കഷ്ടപ്പാടൊന്നും എൻ്റെ കുട്ടിക്ക് വരാൻ പാടില്ല, ഞാൻ അന്ന് ഒത്തിരി അനുഭവിച്ചതാണ്, എൻ്റെ പേരൻസിൽ നിന്ന് അനുഭവിച്ചതാണ്, പിന്നെ അന്നത്തെ കാലത്ത് ഇങ്ങനെ ഇല്ലായിരുന്നു, അതല്ലായിരുന്നു, അതുകൊണ്ട് അതൊന്നും എൻ്റെ കുട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല, അവരതെല്ലാം മാറിയിട്ട് നല്ല ഏറ്റവും ഞാൻ ഫേസ് ചെയ്തതൊന്നും എൻ്റെ കുട്ടി ഫേസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയേറെ ഫ്രീഡവും വളരെയേറെ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാവുന്നോ അതെല്ലാം കൊടുത്ത് കുട്ടികളെ ഇതാക്കുന്ന പേരന്റ്. ഇതെല്ലാം പാസ്റ്റ് ഓറിയന്റഡ് ആണ്. അതായത് പാസ്റ്റിലെ ജീവിതത്തിൽ നിന്നും എന്തോ രക്ഷ നേടാനോ അല്ല പാസ്റ്റിലെ ജീവിതത്തിനെ ഗ്ലോറിഫൈ ചെയ്യാനോ പാസ്റ്റിലെ ജീവിതത്തെ മോശമാക്കുന്ന രീതിയിലും ഒക്കെ വെച്ചുകൊണ്ട് ഒരു കുട്ടിയെ വളർത്താനായിട്ട് ബന്ധപ്പെടുന്ന ഒരു പേരന്റ് അല്ലെങ്കിൽ ശ്രമിക്കുന്ന ഒരു പേരന്റ്. അപ്പൊ ആ പേരന്റ് ഒരു കാരണവശാലും കുട്ടിക്ക് നല്ല രീതിയിലുള്ള ഒരാളാകാനായിട്ട് സാധ്യതയില്ല. കുട്ടിയുടെ ജീവിതവും ശരിയായി വരത്തില്ല. കാരണം കുട്ടി ഇന്നിലാണ് ജീവിക്കുന്നത്. ആ പാസ്റ്റ് എന്ന് പറയുന്നത് പേരന്റിന് മാത്രം അറിയുന്ന പാസ്റ്റാണ്, കുട്ടിക്ക് അറിയുന്ന ഒരു പാസ്റ്റ് അല്ല. പക്ഷെ അതൊക്കെ കുട്ടിക്ക് അറിയണം. പാസ്റ്റിന്റെ ലേണിങ്ങുകളാണല്ലോ നമ്മളെ എങ്ങനെയാണ് കാര്യങ്ങളെ നടത്തുന്നതെന്ന് മനസ്സിലാക്കി തരുന്നത്. ഇനി ഇത് പാസ്റ്റ് ഓറിയന്റഡ് ആണെങ്കിൽ ഇവർക്ക് പ്രസന്റും ഫ്യൂച്ചറിലേക്കും ഒന്നുമല്ല ഇവരുടെ ഒരു കണ്ണ്. ഇതിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രോഗ്രസ് എന്ന് പറയുന്നത് അത്ര നന്നായിട്ട് വരത്തില്ല കുട്ടികളിൽ. ഇനി രണ്ടാമത്തെ തരത്തിലുള്ള പേരന്റ് എന്ന് പറയുന്നത് പ്രസന്റ് ഓറിയന്റഡ് പേരന്റ് ആണ്. എന്താണ് പ്രസന്റ് ഓറിയന്റഡ് പേരന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പാസ്റ്റിന്റെ ലൈഫിലേക്ക് നോക്കത്തില്ല. അതൊന്നും വലിയ കാര്യമല്ല. ഫ്യൂച്ചറും ഇവർക്ക് വലിയ പ്രശ്നമല്ല. ഫ്യൂച്ചർ ഇനി വരാനാണെന്നല്ല, അന്നേരം ആ കാലഘട്ടത്തിലേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയും കണ്ടും ഒക്കെ ചെയ്തോളും. ഇന്ന് എനിക്ക് എങ്ങനെയാണ്, ഇന്ന് എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, അതനുസരിച്ച് എൻ്റെ കുട്ടിയെ ഞാൻ ഏറ്റവും ഇന്ന് എനിക്ക് കഴിവുള്ളതിൻ്റെ മാക്സിമം ഞാൻ അതങ്ങനെ അങ്ങോട്ട് ചെയ്യും. അപ്പൊ ഇവരാണ് കുട്ടിയോട് പറയുന്നത് ജസ്റ്റ് ഡു വാട്ട് എവർ യു വാണ്ട് ടു ഡു, ബാക്കി ഞാൻ നോക്കിക്കോളാം, എവറിത്തിങ് ഈസ് ദെയർ, ഐ ആം ദിസ് ഐ ആം ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിയെ കൊണ്ട് നീ നിൻ്റെതായ രീതിയിൽ അടിച്ചു പൊളിച്ചോ അല്ലെങ്കിൽ നീ നിൻ്റെതായ രീതിയിൽ ഏറ്റവും ഇതായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞ് ഇന്നിനെ എൻജോയ് ചെയ്യാനും ഇന്നിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാനും കുട്ടികളെ പഠിപ്പിച്ചു വിടുന്ന ഒരു പേരൻ്റാണ് പ്രസന്റ് ഓറിയന്റഡ് പേരന്റ്. ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്ക് പാസ്റ്റ് ഇല്ല, ഫ്യൂച്ചറും ഇവർ കൺസിഡർ ചെയ്യുന്നില്ല. പാസ്റ്റും കൺസിഡർ ചെയ്യത്തില്ല, ഫ്യൂച്ചറും വലിയ കാര്യം കൺസിഡർ ചെയ്യത്തില്ല. ഇന്ന് അങ്ങ് ജീവിക്കുന്ന അങ്ങ് ജീവിച്ചു എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്ത് ജീവിക്കാൻ കുട്ടികളെ അങ്ങോട്ട് അവരങ്ങനെയാണ് അനുവദിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ആ കുട്ടിയുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത. കാരണം കുട്ടി ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, റെക്ലസ് ഡ്രൈവിങ്, ഡ്രഗ്സ്,
ആൽക്കഹോളിസം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്യൂച്ചർ എന്ന് പറയുന്നതിനെ പറ്റി ഒരു വ്യൂ കൊടുക്കാനോ അതിലേക്ക് കണക്ട് ചെയ്യാനോ പേരൻസിന് പറ്റാത്തത് കൊണ്ട് തന്നെ ഈ പ്രസന്റ് ഓറിയന്റഡ് പേരൻസ് ഇന്ന് കുട്ടി എങ്ങനെ ജീവിക്കുന്നു അതനുസരിച്ച് മാത്രം അതിനെ വിടുമ്പത്തിന് ഇന്ന് നിനക്ക് എന്താ വേണ്ടത്, ഇന്ന് ഏത് രീതിയിലാണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് മാത്രം അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നീ നോക്കുക, ഏറ്റവും നിനക്ക് ഇഷ്ടമുള്ളത് നിനക്ക് വരുന്നതായ കാര്യങ്ങളിലേക്ക് കുട്ടിയെ ഫോക്കസ് ചെയ്യുകയും ഇന്നിൽ മാത്രം ജീവിക്കാനായിട്ട് വിടുകയും ചെയ്യുമ്പോൾ ഇവർ മറ്റുള്ളവരോട് കുറച്ച് അസൂയുള്ളവരും കുറച്ച് തന്നിഷ്ടക്കാരും അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് വരാനായിട്ട് സാധ്യതയുള്ളവരാണ് പ്രസന്റ് ഓറിയന്റഡ് ആയിട്ടുള്ളവർ. കാരണം പാസ്റ്റിലേക്ക് അവർ നോക്കുന്നില്ല, ഫ്യൂച്ചറും അവർക്ക് കൺസേൺ അല്ല. ഞാൻ ഇന്ന് ജീവിക്കുന്നു, ഇന്ന് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ടും ഏറ്റവും നന്നായിട്ടും ജീവിക്കണം, നാളെ ആര് കണ്ടു, പഴയതൊക്കെ കഴിഞ്ഞു പോയില്ലേ, ഈ രീതിയിൽ ജീവിക്കുന്നവരാണ് പ്രസന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ പ്രസന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പേരന്റും അവരുടെ കുട്ടികളെ അങ്ങനെ തന്നെ വളർത്തത്തുള്ളൂ. ഇനി അടുത്ത പേരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നതാണ് ഫ്യൂച്ചർ ഓറിയന്റഡ് പേരൻസ്. ഫ്യൂച്ചർ ഓറിയന്റഡ് പേരൻസ് എന്ന് പറയുന്നത് രണ്ട് തരക്കാരുണ്ട്. ഒന്ന് പ്രസന്റും പാസ്റ്റും ഒന്നും അവർക്ക് കാര്യമല്ല, ഫ്യൂച്ചർ ഫോക്കസ് ടൈപ്പും ഒരു ഫ്യൂച്ചർ സെൻറ്റേർഡ് ആവും. നമുക്ക് ഫ്യൂച്ചർ സെൻറ്റേർഡ് ആകാൻ പാടില്ല, ഫ്യൂച്ചർ ഓറിയന്റഡ് ആവണം. ഫ്യൂച്ചർ സെൻറ്റേർഡ് എന്ന് പറയുമ്പം ഭാവിയിൽ ഇങ്ങനെ വരും, ഭാവിയിൽ എങ്ങനെ വരും, ഭാവി ഇങ്ങനെ ആകണമെങ്കിൽ ഇന്നിങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞ് പാസ്റ്റിനെയും അവർ കൺസിഡർ ചെയ്യത്തില്ല, പ്രസന്റിനെ അവർ ഭയങ്കരമായിട്ട് സ്പോയിൽ ചെയ്യും. ഫ്യൂച്ചറിൽ മാർക്ക് കിട്ടാനും ഫ്യൂച്ചറിൽ ജോലി കിട്ടാനും ഭയങ്കരമായിട്ട് ടോർച്ചറിങ്ങിലേക്ക് പോകും. ഫ്യൂച്ചറിൽ ഒരു നല്ല കാര്യം കിടക്കാൻ വേണ്ടി ഇന്നേ കുട്ടി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആക്ഷൻസിലേക്ക് പോകും. അപ്പോൾ നമ്മളൊരു ഫ്യൂച്ചർ സെൻറ്റേർഡ് ആകാൻ പാടില്ല, പക്ഷെ നമ്മൾ എപ്പോഴും ഒരു ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിരിക്കണം. അതായത് ഫ്യൂച്ചറിസ്റ്റിക് വ്യൂ എന്നുള്ളത് എപ്പോഴും നമ്മളുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം, നമ്മുടെയും കുട്ടികളുടെയും മുമ്പിൽ. നമുക്കറിയാമോ, ദൈവം അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ ഒരു സെൻസും വേണ്ടാതെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഐ ക്യാൻ വിഷ്വലൈസ്, ആൻഡ് വിഷ്വലൈസേഷൻ ഹാപ്പൻസ് ഓൺലി ഫ്രം വെയർ, ഫ്രം ദ പാസ്റ്റ്. ഫ്യൂച്ചറിലേക്കുള്ള വിഷ്വലൈസേഷൻ എൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നും ലേണിങ്ങിൽ നിന്നും മാത്രമേ എനിക്ക് കിട്ടുകയുള്ളൂ. എൻ്റെ 5 സെൻസസ് എൻ്റെ ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ട് അതിനകത്ത് നിന്ന് പല രീതിയിലുള്ള പെർസ്പെക്റ്റീവിൽ നിന്ന് പല രീതിയിലുള്ള പെർസെപ്ഷൻസ് ഞാൻ ഫോം ചെയ്തിട്ട് എൻ്റെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങളെ ഞാൻ വിശകലനം ചെയ്ത് ഫ്യൂച്ചറിൽ എങ്ങനെ ഒരു ലൈഫിലേക്ക് എനിക്ക് പോകാൻ പറ്റും, അതിൻ്റെ റിയാലിറ്റി ബേസ്ഡ് ഉള്ള അപ്രോച്ചും ഒക്കെ എനിക്ക് കൊടുത്തുകൊണ്ട് എനിക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു വിഷ്വലൈസേഷനും ആ ഒരു വിഷ്വൽ ഞാൻ പറയും ഒരു വെർച്വൽ സ്ക്രീൻ എൻ്റെ ഉള്ളിലുണ്ട്. ആ സ്ക്രീനിനെ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഫ്യൂച്ചർ ഓറിയന്റഡ് പേരന്റ് എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്യൂച്ചർ എന്ന് പറയുന്നത് കുട്ടിക്ക് നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു കൊടുത്ത് അതിനെ സഹായിക്കുന്ന ഒരു പേരന്റ് ആയിരിക്കും. അതിൽ നിന്ന് ആ കുട്ടിക്ക് പാസ്റ്റിൽ നിന്നുള്ള എല്ലാ ലേണിങ്സുകളും എടുക്കാനും ബാക്കിയുള്ളവയെ ലെറ്റ് ഗോ ചെയ്യാനുമുള്ള കേപ്പബിലിറ്റി ആ കുട്ടിക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു പേരന്റ് ആയിരിക്കും. സോ ടേക്കിംഗ് ദ കീ ലേണിംഗ് ഫ്രം ദ പാസ്റ്റ്, അതിൽ നിന്ന് എടുത്തുകൊണ്ട് ബാക്കി മുറിവുകളെ ഉണക്കാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ വന്നത് നമ്മുടെ തലയ്ക്കകത്ത് കിടക്കുന്നതിനെയൊക്കെ റിമൂവ് ചെയ്ത് പ്രോപ്പറായിട്ട് നമ്മുടെ ബ്രെയിനകത്ത് ഒരു പാസ്റ്റിൻ്റെ റെഫറൻസ് ലൈബ്രറി പോലെ ക്രിയേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ കീ ലേണിങ്സിനെ വെച്ചുകൊണ്ട് ഫ്യൂച്ചറിലേക്കുള്ള ഒരു വിഷ്വൽ ബോർഡ് ഉണ്ടാക്കി ഫ്യൂച്ചറിലെ പ്രോജക്റ്റ് എനിക്ക് ഇങ്ങനെയാണ് അതിനെ കംപ്ലീറ്റ് ചെയ്തെടുക്കേണ്ടതെന്നുള്ളൊരു വിഷ്വൽ ഫോമും ഉണ്ടാക്കിയിട്ട് ഇന്നിൽ വർക്ക് ചെയ്യുക, ഇന്ന് ഞാൻ ചെയ്യേണ്ട ജോലി. അപ്പം ഫ്യൂച്ചറിലേക്ക് ഞാൻ ഓറിയന്റഡ് ആയിക്കൊണ്ട് പാസ്റ്റിൽ നിന്നുള്ള കീ ലേണിംഗ് എടുത്തുകൊണ്ട് പ്രസന്റിൽ ഞാൻ ജീവിക്കുന്നു. പ്രസന്റ് ഇസ് ദ പ്ലേസ് വെയർ ഐ ലിവ്. എനിക്ക് പാസ്റ്റ് ജീവിക്കാൻ പറ്റത്തില്ല, ഫ്യൂച്ചർ ജീവിക്കാൻ പറ്റത്തില്ല. ഐ എം ലിവിങ് ഇൻ ദ പ്രസന്റ്. But how I am living in the present, being a future-oriented person who has got all the key learning adapted from the past. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ്റെ ലൈഫിലേക്ക് നമ്മൾ സിസ്റ്റം കൊണ്ടുപോയി. ഈ സിസ്റ്റത്തിലാണ് ഒരു വ്യക്തി ജീവിക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ഒരു ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള പേരന്റ് ആ കുട്ടിയുടെ, നമ്മൾ 30 years മുമ്പായിരിക്കാം നമ്മൾ പഠിച്ചും നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്, അതിൽ നിന്നൊരു 30 years കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടി ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ ആ കുട്ടി ജീവിക്കുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒറ്റയ്ക്ക് അവൻ്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ട് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ കുട്ടി എങ്ങനെയായിരിക്കണം ആ ഫ്യൂച്ചറിൽ ജീവിക്കേണ്ടതെന്നുള്ളത് വിഷ്വലൈസ് ചെയ്യാനും അതനുസരിച്ചുള്ള ഒരു പേരൻറ്റിങ്, ഒരു ഡെവലപ്മെൻറ്റ് സിസ്റ്റത്തെ ഫോം ചെയ്യാനും ഒക്കെ ഒരു പേരൻറ്റിന്
സാധിക്കണം. ആ രീതിയിലുള്ള പേരൻസ് ആണ്, ആ ഫ്യൂച്ചറിസ്റ്റിക് വീലുള്ള പേരൻസ് ആണ് കുട്ടികൾക്ക് എപ്പോഴും ഏറ്റവും നന്നായിട്ട് വരിക. അപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് പാസ്റ്റ് ഓറിയന്റഡ് പേരന്റ് ഉണ്ട്, പ്രസന്റ് ഓറിയന്റഡ് പേരന്റ് ഉണ്ട്, ആൻഡ് ഫ്യൂച്ചർ ഓറിയന്റഡ് പേരന്റ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്നത് ഫ്യൂച്ചർ ഓറിയന്റഡ് പേരന്റ് ആണ്. ആ ഫ്യൂച്ചർ ഓറിയന്റഡ് പേരന്റിൽ നമ്മൾ പാസ്റ്റിൽ നിന്നുള്ള എല്ലാ കീ ലേണിങ്സുകൾ എടുക്കാനായിട്ടും നമ്മളും എടുക്കും, നമ്മുടെ കുട്ടികളെ അതെങ്ങനെ എടുക്കേണ്ടതെന്ന് നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യും. ഫ്യൂച്ചറിസ്റ്റിക് വ്യൂ ഓഫ് ലൈഫ് ഉണ്ടായിരിക്കും, അതിനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് പ്രസന്റിൽ എങ്ങനെയാണ് ഏറ്റവും നല്ലതുപോലെ നമ്മുടെ ജീവിതത്തെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. കാരണം ഇന്ന് ചെയ്യുന്നതാണ് ടുമോറോ അത് ഡെലിവർ ആയിട്ട് വരുന്നത്. നമ്മുടെ ഓഷോ പറഞ്ഞതുപോലെ ടുമോറോ ഈസ് ഇൻ ദ വൂംബ് ഓഫ് ടുഡേ. ഈ രീതിയിൽ നമ്മളുടെ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും നല്ലൊരു ഇഫക്റ്റീവായിട്ടുള്ള ഫങ്ഷനിങ് പേരൻ്റ് ആകുന്നത്. അങ്ങനെ ഒരു നല്ല ഫങ്ഷനിങ് പേരൻ്റ് ആയിക്കൊണ്ട് ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്നുള്ള പ്രിൻസിപ്പിളിൽ നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുവാൻ നമുക്കെല്ലാം സഹായമാകട്ടെ. ദൈവം അതിനെല്ലാം നമ്മളെ സഹായിക്കട്ടെ.